ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ തോൽവികൾ പാർട്ടിക്ക് അപമാനമാകുന്നുവെന്ന് CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. തുടർഭരണം വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനത്തെ പിന്നോട്ടടിച്ചു എന്ന വിമർശനം. സമ്മേളനത്തിൽ ഇന്നും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, കോഴിക്കോട് CPM ജില്ലാ സമ്മേളനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്? മുൻ ജില്ലാ സമ്മേളനങ്ങൾ എന്ന പോലെ കോഴിക്കോട് ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനം തുടരുകയാണ്. തുടർഭരണത്തെ സംബന്ധിച്ചുള്ള വിമർശനവും ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച വിമർശനവുമാണ് രൂക്ഷമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വിജയിക്കാൻ സാധിക്കാത്തത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവരുടെ മനോവീര്യം കെടുത്തുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു വിമർശനം കൂടെ ഉയർന്നു വരുന്നുണ്ട്. 2 പതിറ്റാണ്ടിന് മുകളിലായിട്ട് കോഴിക്കോട് ജില്ലയിലെ വടകര, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കണം എന്ന വിമർശനമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തി കാണിച്ച KK ശൈലജയെ വടകരയിൽ കൊണ്ടുവന്ന് വരുത്തിയത് തോൽപ്പിക്കാൻ വേണ്ടിയാണോ എന്ന സംശയം പോലും ഉയരുന്ന രീതിയിലാണ് പ്രവർത്തകർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ചർച്ചയിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ തുടർഭരണം വിവിധ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനത്തെ പിന്നോട്ടേക്ക് അടിച്ചിട്ടുണ്ട്. കർഷക പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന വിമർശനം ഉയരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ CPM-ൽ നിന്ന് ഈ പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് പുറത്താക്കിയ തിരുവമ്പാടി മുൻ MLA ജോർജ് തോമസിനെ തിരിച്ചെടുക്കാൻ CPM-ന്റെ ജില്ലാ നേതൃത്വം അനാവശ്യമായി ഇടപെടൽ നടത്തിയെന്ന വിമർശനവും ഉയർന്നു വന്നിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും വിമർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ വിമർശനത്തോടെയാണ് CPM ജില്ലാ സമ്മേളനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനം നാളെയാണ് അവസാനിക്കുക. 3 ദിവസവും മുഖ്യമന്ത്രി സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.